സോ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ റീൽ തരംഗം. ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് കാട്ടാളൻ്റെ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ കണ്ടെന്ന് എനിക്കറിയാം, കുറേ പേര് കണ്ടു. പടത്തിൻ്റെ തമിഴ് ട്രെയിലർ വരെ ഇന്ന് അനിരുദ്ധ് റിലീസ് ചെയ്തു 6 മണിക്ക്. വരൂ ഗൈസ്, നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നിയത്? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എനിക്കെന്താണ് തോന്നിയത് അതിനെക്കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്. ഇനി തൊട്ട് അറിയാലോ നമ്മുടെ ചാനലിൽ നോ മോർ റിയാക്ഷൻസ്. സോ ഇനി തൊട്ട് നമ്മൾ റിയൽ കണ്ടൻസ് ഓൺലി, നോ മോർ റിയാക്ഷൻ കണ്ടൻസ് ഒന്നും കാണത്തില്ല. ബട്ട് എങ്കിലും നമ്മൾ ട്രെയിലറിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ പറയും. അപ്പം ബെയർ വിത്ത് മീ ഗൈസ് ഫോർ ഏകദേശം ഒരു 5 മിനിറ്റ്സ് അത്രയൊക്കെ കാണത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും കാണത്തില്ല. ഒരു ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കാട്ടാളൻ്റെ ട്രെയിലർ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യം തന്നെ കണ്ടപ്പം ഫസ്റ്റ് ടൈം ഞാൻ മറ്റേ കാട്ടാളൻ്റെ ഒറിജിനൽ ബി.ജി.എം ഇട്ട് കേട്ടു. 3 മ്യൂസിക് ചെയ്തു രവി ബസൂർ. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് വിചാരിച്ച് പുള്ളി 3 ചെയ്തു. അപ്പം ആദ്യത്തെ മ്യൂസിക് സെയിം ഒറിജിനൽ സാധനമായിരുന്നു ഞാൻ കേട്ടത്. ബീസ്റ്റ് തീം എന്നും പറഞ്ഞു കണ്ടുള്ളത്. ബീസ് അത് ഞാൻ കേട്ടു. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ബട്ട് ആ ട്രെയിലർ ഏറ്റവും ഇല്ലെന്ന് വെച്ചാൽ ഹാവോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നു, സഭാന്നോ അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് യൂട്യൂബ് ഓഡിയോ സെറ്റിങ്സിൽ കിടക്കുന്നത്. അപ്പം ആ ഒരു മ്യൂസിക് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം കാട്ടാളൻ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ ഒരു പുഷ്പ വൈബ്. അത് പടത്തിൻ്റെ തുടക്കം തന്നെ പുഷ്പയിൽ നമ്മൾ പുഷ്പ ട്രെയിലർ എങ്ങനെയാണോ നമ്മൾ കണ്ടത് ഫസ്റ്റ് പടത്തിൻ്റെ, അതായത് ഈ ഒരു രക്തചന്ദനം ഉണ്ട്. ആ ചന്ദനം ഭയങ്കര പവർഫുൾ ആയിരിക്കും, ഭയങ്കര പൈസയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ചന്ദനം ഇവിടെ ആനക്കൊമ്പാണ്. ആനക്കൊമ്പ് ഭയങ്കര കില്ലായിരിക്കും. അപ്പോൾ ആനക്കൊമ്പ് വെട്ടണമെങ്കിൽ അത് ചെയ്യുന്ന ഒരാളെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാസ്റ്റിംഗ് കാണിക്കുന്നു. സോ കാട്ടാളൻ്റെ ട്രെയിലർ ഒരു പുഷ്പ വൈബ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ പുഷ്പയിലുള്ള നമ്മുടെ സുനിലും പിന്നെ മറ്റേ പുള്ളിയുടെ അളിയനായിട്ട് വരുന്ന പുഷ്പയ്ക്കകത്ത് വരുന്ന പുള്ളിൻ്റെ അകത്ത് ഞാൻ ട്രെയിലറിൽ കണ്ടിരുന്നു. ട്രെയിലർ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു സാധാരണ സർവൈവൽ മൂവി വൈബ് അല്ല എന്ന് കേസ് കിട്ടിയത്. പക്ഷേ ഇത്തിരി കൂടെ അത് ആക്ഷൻസൊക്കെ കണ്ടിട്ട് ആയിട്ട് ഇൻറ്റൻസ് ആയിരുന്നു. പടത്തിൻ്റെ ഒരു ഫോറസ്റ്റ് ആക്ഷൻ പടമാണെന്ന് എനിക്ക് തോന്നി. അത് അപ്പോഴേ ആദ്യമേ തന്നെ ഫീൽ ചെയ്തു ഗൈസ്. പിന്നെ ആദ്യത്തെ മെയിൻ തോട്ട്സ് എന്ന് വെച്ചാൽ ട്രെയിലർ തുടങ്ങുന്ന ആദ്യ ഒരു കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തുടക്കം ട്രെയിലറിൻ്റെ ഒരു സംസാരമൊക്കെ മനസ്സിലായോ? എനിക്കതൊന്നും മനസ്സിലായില്ല ഗൈസ്. ഞാൻ ഒരു 10-30 വട്ടം കേട്ടിട്ടാണ് എനിക്കതൊരു സംഭവം മനസ്സിലായത്. ആ ഒരു ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ ആ സംസാരം ഭയങ്കര ക്ലിയർ അല്ലായിരുന്നു ബി.ജി.എം കാരണം. അപ്പം അത് ഭയങ്കര ആരോ ഡബ് ചെയ്ത പോലെ ആയിരുന്നു. അപ്പം ആദ്യത്തേത് ഫോറസ്റ്റ് ബാക്ക്ഡ്രോപ്പ് നൈസായിരുന്നു. ആനയുടെ വിഷ്വൽസ് ഗൈസ്, ലിറ്ററലി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള ആനയെല്ലാം റിയലാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു ഫേക്ക് സാധനം ഇല്ല. ആൻഡ് ഇതിൻ്റെ അകത്ത് പെപ്പയുടെ ലുക്ക് എടുത്ത് പറയണം, ഭയങ്കര റെഡ് ലുക്കായിരുന്നു. പുള്ളി ഭയങ്കര സൈസ് വെച്ച പോലെ തോന്നിയിരുന്നു. കില്ലായിട്ട് ചെയ്തു. ആൻഡ് ഹിപ്സ്റ്ററിനെ കാണിച്ചത് അവിടെ ഹനാൻ ഷായെ കാണിച്ചു. രണ്ടുപേരും കില്ലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹിപ്സ്റ്ററിനെ നമുക്ക് അതേ ലൈഫ് പുള്ളി തെളിയിച്ചാണ്. ഹനാൻ ഷായാണ് എനിക്ക് കാണേണ്ടത് ഇതിൻ്റെ അകത്ത്. ആൻഡ് എല്ലാം ചെയ്തുകൊണ്ട് സിനിമയ്ക്ക് ഒരു വൈൽഡ് ഐഡൻറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല കിടിലൻ സാധനമായിരുന്നു. 3 ഒന്നൊന്ന് വെച്ചായിരുന്നു. രവി ബസൂറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കിടിലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പുള്ളി ചെയ്തുകൊണ്ട് ആ ഒരു മ്യൂസിക്കിന് ഭയങ്കര ഇൻറ്റൻസിറ്റി തോന്നുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വിഷ്വൽസ് നോക്കുമ്പോൾ സിനിമാറ്റോഗ്രഫിയും ഭയങ്കര റിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രൊഡ്യൂസറിനെ അറിയാം, ട്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് മാർക്കോ എന്ന് എഴുതി കാണിക്കുമ്പോഴേ ഒരു പ്രതീക്ഷ വരും ഗൈസ്. ആ പ്രതീക്ഷ അവർ തെറ്റിക്കാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഷോർട്സ് എല്ലാം അവർ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആൾക്കാർ അതിന് വേണ്ടി എടുത്ത ആ രീതിയിലാണ് ഗൈസ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ട്രെയിലറിൻ്റെ ഇത് ചില സ്ഥലങ്ങളിൽ ഗൈസ് സ്റ്റൈല് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത പോലെ തോന്നി. എൻ്റെ മെയിൻ ഒപ്പീനിയനാണ്. അപ്പം സ്റ്റോറി എന്താണെന്ന് ഫുൾ റിവീൽ ചെയ്തിട്ടില്ല. സോ അത് നല്ലൊരു കാര്യം കൂടാണ് ബേസിക്കലി. കാരണം നമ്മൾ ട്രെയിലർ കണ്ട് നമ്മൾ ഇത് മാത്രം നോക്കുമ്പോൾ നമുക്ക് സ്റ്റോറി അങ്ങനെ ഒരു പിടി കിട്ടുന്നില്ല. ആൻഡ് ഇതിൻ്റെ അകത്ത് കാസ്റ്റൊക്കെ ഭയങ്കര കില്ലാണ് കേട്ടോ. പീക്ക് കാസ്റ്റിംഗ് ആണ് ഗൈസ്. തുഷാര വിജയൻ, ജഗദീഷ്, സിദ്ദിഖ്, ആരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ മാർക്കോയി കണ്ട ആരൊക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ എക്സ്ട്രാ കാസ്റ്റിംഗ് മറ്റേ കബീർ സിംഗ് ബുൽഹാനി ഒക്കെ പുള്ളിയൊക്കെ ഉണ്ട് ഗൈസ്. കില്ലായും. പിന്നെ പെർഫോമൻസ് എക്സ്ട്രാ. പെപ്പയുടെ സ്ക്രീൻ പ്രസൻസ് നിങ്ങൾക്ക് അറിയാലോ. പുള്ളി എന്നൊക്കെ ചോദിച്ചാൽ മറ്റേ ഒരു ഇടി എന്നൊക്കെ ചോദിച്ചാൽ നല്ല കിൻഡർ ഇടിയായിരിക്കും. നമ്മൾ RDX പുള്ളിയെ കണ്ടതാണ്. പുള്ളി RDXന് ശേഷം ചെയ്ത പടം പൊട്ടിപ്പോയി. സിന്ധു കൊന്തല അങ്ങനെ കണ്ടു പറഞ്ഞൊരു പടം, അത് പൊട്ടിപ്പോയി. പക്ഷേ RDX കില്ലം പടം അതിൻ്റെ അത് പുള്ളിക്ക് നൈസായിരുന്നു. നഹാസ് ഹിദായത്ത് ചെയ്ത
RDX-ൽ. ചില സ്ഥലങ്ങളിൽ പെപ്പയുടെ കില്ലുണ്ട്. പെപ്പ കില്ലായിട്ട് എനിക്ക് പെപ്പയുടെ ലുക്കാണ് ഗൈസ് വ്യത്യസ്തമായിട്ട് തോന്നിയത്. അത് കാരണം പെപ്പ എന്ന് വെച്ചാൽ ബാക്കി എല്ലാ പടത്തും കുറച്ചും കൂടെ വണ്ണമൊക്കെ കുറവായിരിക്കും. പക്ഷേ ഈ പടത്തിൽ കുറച്ചും കൂടെ ബൾക്കി ആയിട്ട് പോലെ തോന്നിയിട്ടുണ്ട്. സോ നിങ്ങളെന്ത് തോന്നുന്നു? പിന്നെ സപ്പോർട്ടിങ് കാസ്റ്റിംഗ് കൂടെ സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കാസ്റ്റിംഗ് എല്ലാവരും ബാക്കി എല്ലാവരും കില്ലായിരുന്നു. സോ അവർ നൈസായിരുന്നു. ആൻഡ് ഓവറോൾ പറയാമെങ്കിൽ കാട്ടാനിലെ വിഷ്വൽസ് എല്ലാം സ്ട്രോങ് ആണ്. ടെക്നിക്കലി ഭയങ്കര പ്രോമിസിങ് ആണ്. ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് ആണ് ഗൈസ് മെയിൻ. ഷരീഫ് മുഹമ്മദ് ബ്രോ, ഐ ബിലീവ് ഇൻ യു ആൻഡ് ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ച് ഫീൽ തരുന്നുണ്ട്. പക്ഷേ വൈനറ്റ് വെറിറ്റി വരണമെങ്കിൽ മൂവി ഇറങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ഗൈസ്. അത് ജസ്റ്റ് മാർക്കോയിൽ പോലെ അങ്ങനെ വയലൻസ് ബേസിക്കലി ആണോ? അല്ല, ഒരു സ്റ്റോറി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് പറയുക. ഞാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞതാണ്, ബട്ട് ഇപ്പോൾ തന്നെ 6 മിനിറ്റായി പോയി. സോറി ഗൈസ്. അപ്പം ഇതിൻ്റെ ഡയറക്ടർ ഗൈസ് നമ്മുടെ പോൾ ജോർജ്. പുള്ളി ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഗൂഗിളിലൊന്ന് കയറി നോക്കിയിട്ട് പുള്ളിയെക്കുറിച്ചൊന്നും കാണിച്ചില്ല അവർ. ആൻഡ് എടുത്തു പറയുകയാണെങ്കിൽ ഗൈസ് കാട്ടാളിൻ്റെ വിഷ്വൽ സ്ട്രോങ് ആണ്, ടെക്നിക്കലി നല്ല പ്രോമിസിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ച് വൈബ് കിട്ടുന്നുണ്ട്. സോ എന്തായാലും മസ്റ്റ് വാച്ച് ആയിരിക്കും ഗൈസ് തിയേറ്ററിൽ. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്? നിങ്ങൾക്കൊരു സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് ആണോ അതോ സ്റ്റോറി ഒരു ഇതുപോലെ പുലർത്തിയോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുമെങ്കിൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.